എന്താണ് ഒരാലോചന? ഏട്ടനാണ്. ഞാനൊന്ന് തലയാട്ടി. ആൾ ജോലിയുടെ ടെൻഷനും കൊണ്ടുവന്ന് കയറി കുളിച്ചിറങ്ങിയതേയുള്ളൂ. ഇപ്പോഴേ മുഷിപ്പിക്കുന്ന വർത്തമാനം പറയാൻ ചെല്ലരുതല്ലോ. ഞാനൊന്ന് നിശ്വസിച്ചു. എന്താണ് ഫോണിൽ നിന്നൊക്കെ ഒരു ആലോചന? അതോ ഞാൻ നമ്മുടെ സ്റ്റോറി ഒരു നോവലാക്കിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. പൃഥ്വിനി നിവേദ്യം എന്ന് പേരുമിടാം. ആളെന്നെ ഒരു പുച്ഛിച്ചു. എന്തൂട്ടുള്ള പേരാടി. അയ്യടാ, എല്ലാ കഥകളിലും അങ്ങനെയാ. നായികയുടെ പേരിൻ്റെ പകുതി എടുക്കുന്നു, നായകൻ്റെ പേരിൻ്റെ പകുതിയോട് ചേർത്ത് വെക്കുന്നു. കഥയുടെ പേര് റെഡി. ഞാനൊന്ന് നോക്കിയപ്പോൾ പുച്ഛം അതിൻ്റെ ഉച്ചാവസ്ഥയിലാണ്. പിന്നെ അത് നോക്കാൻ നിന്നില്ല. ഏട്ടാ, എൻ്റെ മുഖം പെട്ടെന്ന് സീരിയസ് ആയതോ കണ്ട് ആളൊന്ന് നോക്കി. ഞാൻ കാര്യം പറഞ്ഞു. അവൻ അങ്ങനെ എത്ര വേഗം പത്തി താഴ്ത്തുമോ നിവി? ഇല്ല ഏട്ടാ, എന്തായാലും തൽക്കാലത്തേക്ക് അവൻ ഒന്ന് ഒതുങ്ങും. ബാക്കി വഴിയെ നോക്കാം. 2-3 ദിവസം അവൻ്റെ അടുത്ത പണി പ്രതീക്ഷിച്ചു ഞങ്ങളിരുന്നെങ്കിലും ഒന്നും ഉണ്ടായില്ല. അത്യാവശ്യം സെൽഫ് ഡിഫെൻസും മറ്റും നേരത്തെ തന്നെ അപ്പു ചെന്നിനു പഠിപ്പിച്ചു കൊടുത്തിരുന്നു. പിന്നെ പെപ്പർ സ്പ്രേയും വാങ്ങിക്കൊടുത്തു. ആയുഷ് മാത്രമല്ല, അപകടം ഏതു വഴിക്കും വരാമല്ലോ. അവൻ സ്വയം രക്ഷിക്കാൻ പ്രാപ്തയാവണം. അവൾക്ക് ആകെ കുറവ് ആത്മവിശ്വാസമായിരുന്നു. അതവൾക്ക് നേടിക്കൊടുക്കാൻ ഉള്ള പരിശ്രമത്തിലായിരുന്നു ഞങ്ങൾ. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആയുഷ്മാൻ്റെ വിവരം ഒന്നുമില്ലാതെ വന്നപ്പോൾ ഞങ്ങളും ആ വിഷയം വിട്ടു. ജോലിയും ഫ്ലാറ്റും വീടും ഒക്കെയായി ഞങ്ങൾ ജീവിതം തുടർന്നു. കല്യാണം കഴിഞ്ഞ് 3 മാസമായല്ലോ മോളെ. വിശേഷമൊന്നുമില്ലേ? അപ്പുറത്ത് ഏതോ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ചേച്ചി. അല്ല, അമ്മായിയാണ്. ഇതിനു മുമ്പ് ഞാനിവരെ കണ്ടിരിക്കുന്നത് അപൂർവമാണ്. ഇവർക്കൊക്കെ വല്ല ഡ്രാഗൺ കുഞ്ഞിനെയും വളർത്തി വീട്ടിൽ ഇരുന്നൂടെ? സത്യത്തിൽ പലരും പണ്ട് അവരോട് ചോദിച്ചത് ഇന്ന് മറ്റു പലരോടും ചോദിക്കുന്നു. അത്രയേ ഉള്ളൂ. ഈ അമ്മായിമ്മ പോലും റാഗിങ്ങും ഒക്കെ പോലെ ഒരു ആചാരം നിർത്തണം എന്നാഗ്രഹമുണ്ടെങ്കിലും തുടർന്നു കൊണ്ടുപോകുന്നു. അതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഓ ചേച്ചി, ചേട്ടൻ ഇപ്പോൾ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? 1-2 നിമിഷത്തിന് ശേഷമാണ് ഞാൻ ചോദിച്ചതിൻ്റെ ധ്വനി അവർക്ക് മനസ്സിലായത്. അവളത് അടുത്ത വീടുകളിലൊക്കെ പോയി പറഞ്ഞേക്കും. മാത്രമല്ല, അവർ മിണ്ടാതെ പോകുന്നത് കണ്ട് വിഷമം തോന്നുകയും ചെയ്തു. എന്നാലും ഇനി ഒരാളോടും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത്. അതൊക്കെ ദമ്പതികളുടെ സ്വകാര്യതയാണ്. മാത്രമല്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാത്തവർ ആണെങ്കിൽ അവരെ ഏറ്റവും തളർത്തുക ഇത്തരം ചോദ്യങ്ങൾ ആകാം. റൂമിൽ ചെന്ന് നോക്കുമ്പോൾ രാജുവേട്ടൻ തലയിൽ കൈവച്ച് കിടക്കുന്നു. അത് പതിവില്ലാത്തതാണ്. സാധാരണ ഈ സമയം ഫോണിൽ വല്ല വീഡിയോയോ പാട്ടോ ഒക്കെയായി ഇരിക്കുന്നതാണ്. എന്ത് പറ്റിയേട്ടാ? വയ്യേ? ഹേയ്, ഒന്നുമില്ലടി. അമ്മയെ മിസ് ചെയ്യുന്നു. എനിക്കങ്ങ് പാവം തോന്നി. 6 അടി പൊക്കത്തിൽ ഒത്ത ശരീരവും ഓഫീസിലൊക്കെ കട്ട കലിപ്പ് സ്വഭാവവും കുഞ്ഞുങ്ങളുടെ മനസ്സും. അച്ചോടാ, 1-ാം ക്ലാസ്സിലേക്ക് വന്ന് ചേർന്നതേയുള്ളൂ. അമ്മ വേഗം വരൂട്ടോ. ഞാൻ കൊഞ്ചി പറയുന്നത് കേട്ട് ആളെന്നെ കലിപ്പിൽ ഒന്ന് നോക്കി. ഏട്ടൻ കുറച്ചു നേരം കിടന്നോളൂ. ഞാൻ പോയി ചപ്പാത്തി എടുക്കട്ടെ. ഇന്നും ചപ്പാത്തിയാ? ആ മുഖം വാടി. അല്ലാതെ വേറെന്തോ ഉണ്ടാക്കാനാ? ഒന്നും വേണ്ട. ഞാൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. അടുക്കളയിൽ കയറി വാതിലടച്ചു. ഒരു ചട്ടിയിൽ നെയ്യ് മൂപ്പിച്ച് കടുക് വറുത്തു. കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ടു. മൂത്ത് വന്നപ്പോൾ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തു. പിന്നെ ചോറ് ചേർത്തിളക്കി വാങ്ങി. പണ്ട് ഞാൻ വണ്ണം വെക്കാൻ കഴിച്ചിരുന്നതാണ്. വിവാഹം കഴിഞ്ഞ് ചെന്നപ്പോൾ ഏട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും കാന്താരി മുളകാണ് ചേർക്കേണ്ടത്. ഈ ഫ്ലാറ്റിൽ അതെവിടെ കിട്ടാനാണ്? അതുകൊണ്ട് കുരുമുളക് പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കഴിക്കാൻ വിളിച്ചപ്പോഴും വലിയ താല്പര്യം ഇല്ലാതെയാണ് ഏട്ടൻ വന്നത്. ടേബിളിൽ നെയ്യിൽ മൂപ്പിച്ച ചോറ് കണ്ട് ആ കണ്ണ് വിടർന്നു വന്നു. എന്നെ നോക്കിയപ്പോൾ കണ്ണിൽ ഒരു ചെറിയ നനവുണ്ടോ എന്നൊരു ഡൗട്ട്. എന്തേ? ഐ ലവ് യു. പെട്ടെന്നുള്ള പറച്ചിൽ ഞാനത് പൂത്തുലഞ്ഞു പോയി. നിവി. അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ പതയിലും നേർത്തതായിരുന്നു ആ ശബ്ദം. നിന്നോട് എനിക്ക് ഇത്ര ഇഷ്ടം എന്തെന്നറിയോ? എന്താ? ഞാനൊരൽപ്പം പെയിൻകിളിയായോ എന്നൊരു സംശയം. ആയാലിപ്പോൾ എന്താ? എൻ്റെ കണവനോടല്ലേ? നീ എൻ്റെ ഇഷ്ടങ്ങളെ മാനിക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സിൽ ഒന്നുകൂടെ ആ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. എത്ര എളുപ്പം, എപ്പോഴാണ്, എത്ര ചെറിയ കാര്യങ്ങളാണ് ആ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നത്, ആ മനസ്സ് നിറക്കുന്നത്. ഒരാഴ്ച കൂടി ശാന്തമായി കടന്നുപോയി. പുതിയ CEO വരുന്നുണ്ടറിഞ്ഞു. അതിൻ്റെ ചർച്ചകളിൽ ആണ് എല്ലാവരും. MD-യുടെ മരുമകൾ ആയിരുന്നു പഴയ CEO. ഈ MD എന്ന് വിളിക്കുന്ന സത്യത്തിൽ ചെയർമാനെയാണ്. രേഖകൾ MD എന്ന് പറയുമ്പോൾ മൂപ്പരുടെ മകനാണ്. ആളെ കണ്ടിട്ട് പോലും ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ MD-യെ ഞങ്ങൾ MD എന്ന് വിളിക്കുന്നു. അത്ര തന്നെ. മകൻ ദുൽഖർ സൽമാനെ പോലെ വീട്ടിൽ കയറാത്ത സ്വഭാവമായതുകൊണ്ട് നന്നാക്കാൻ വേണ്ടി MD-യുടെ കസാര കൊടുത്തതാണ് അച്ഛൻ. എവിടെ? കസാര വെറുതെ ഇട്ട് കടങ്ങാൻ പോയി തുടങ്ങി. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. ആ ലൈൻ ആണ് ആൾ. ഈ ചുവന്ന ഭൂമി എവിടെയാണാവോ? വല്ല ഇഷ്ടികക്കളവുമാണോ? പെണ്ണ് കെട്ടിയാൽ നന്നാകും എന്ന് കരുതി വിവാഹം കഴിപ്പിച്ചു. പെണ്ണിനെ വീട്ടിൽ നിർത്തിയും അവളുടെ കടക്കം തുടർന്നു പോന്നു. പിന്നെ ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചായി കറക്കാം. ആദ്യമൊക്കെ അടൂർ സാറിൻ്റെ പടം പോലെ പോയിക്കൊണ്ടിരുന്ന
അവരുടെ കുടുംബജീവിതം അതോടെ പ്രിയദർശൻ സിനിമയെ പോലെയായി. ആട്ടം പാട്ട് ട്രിപ്പ് കോമഡി ഇടക്കൽപ്പം സെൻറ്റി അങ്ങനെ അങ്ങനെ. മകനോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് മൂപ്പര് മരുമോളെ പിടിച്ച് CEO ആക്കി. കാര്യങ്ങൾ ഒരുവിധം നന്നായി വന്നപ്പോൾ പുള്ളിക്കാരി പ്രഗ്നൻറ്റും. വീണ്ടും ഭാരം അച്ഛൻ MDയുടെ തലയിൽ. മേഡത്തിന് എൻ്റെ ഒരു തോൾ ചേർന്ന് നിൽക്കാനുള്ള ബുദ്ധിയും കഴിവും ഒക്കെയുള്ളത് കൊണ്ട് ഞാൻ അങ്ങ് കമ്പനി കൊടുത്തു. പാവമല്ലേ, വല്ലതും ഒന്ന് മിണ്ടിയിട്ട് പോട്ടെ. അങ്ങനെയുള്ള മിണ്ടലിൽ അറിഞ്ഞതാണ് ഇക്കാര്യങ്ങൾ. അയ്യോ, പറഞ്ഞു വന്നത് പുതിയ സിയുടെ കാര്യം. മേഡം പോയതോടെ ആ പോസ്റ്റ് വേക്കൻ്റ് ആയതുകൊണ്ട് 4-5 മാസമായി രാജുവേട്ടൻ ആണ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അടിമക്കണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പ്രതിരൂപം ആണ് നമ്മുടെ കണവൻ. ആത്മാർത്ഥത നുടകളും അല്ല, മരമാണ്. ഈ ശുഷ്കാന്തിയൊക്കെ സ്വന്തം കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ മേഡത്തിനെ പോലെ വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കേണ്ടതാണ്. യോഗമില്ല അമ്മിണി, ലീവ് ഫോം അടക്കിക്കോളി. ഇവിടുത്തെ ജോലിയെല്ലാം കൂടി എടുത്തോളം പൊങ്ങാത്ത ഭാരമായപ്പോൾ ഏട്ടൻ MDയോട് ഒരാളെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുതിയ മഹതി അഗതയാകാനുള്ള വഴി തെളിഞ്ഞത്. ജോലി ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കിടെ എൻ്റെ കണ്ണ് പലവട്ടം വാതിൽക്കലേക്ക് പോയി. വരുന്നയാളെ കാണാനുള്ള തിടക്കം കൊണ്ടാണ്. ഒടുവിൽ ഒരു 10:30യോടെയാണ് കക്ഷി എത്തിയത്. വരേണ്ടിയിരുന്നില്ല എന്ന് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ തോന്നി. ആയുഷ്, ഇതിപ്പോൾ ഒരുമാതിരി ക്ലിശയായിപ്പോയല്ലോ. ആദ്യം ഏട്ടനെ ഞാൻ കണ്ടതും ഇതുപോലൊരു എട്ടിൻ്റെ പണിയായിട്ടായിരുന്നു. അത് പിന്നീട് നന്നായതേ ഉള്ളൂ. ഇത് ആയുഷ് വഴി തെറ്റി വന്നതാകാൻ ഒരു വഴിയുമില്ല. അവൻ്റെ ഉദ്ദേശം എന്തു തന്നെ ആയാലും നല്ലതിനല്ല എന്നുറപ്പാണ്. ഏട്ടനെ നോക്കിയപ്പോൾ ആളും എൻ്റെ അതേ ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ആയുഷിനെ ഏട്ടനെ ഏൽപ്പിച്ചിട്ടാണ് MD പോയത്. മൂപ്പരുടെ സഹോദരിയുടെ മകൻ ആണത്രേ. ഉച്ചവരെ ആൾ ഏട്ടനോട് ഓരോന്ന് ചോദിച്ച് പഠിക്കുകയായിരുന്നു. ഒരു തരത്തിലും എന്നെയോ ഏട്ടനെയോ പരിചയമുള്ള ഭാവം പോലും കാണിക്കുന്നില്ല. എന്തായാലും ഈ എലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കരണ്ടാൻ തന്നെയാണ്. ഏട്ടനോടൊപ്പമാണ് ഞാൻ ഊണ് കഴിക്കാറ്. ഏട്ടാ, ആയുഷ്, നിവി, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. വേഗം കഴിച്ചെഴുന്നേൽക്ക്. ഏട്ടൻ്റെ കഴിപ്പല്ലെങ്കിലും വേഗത്തിലാണ്. 1 മണിക്കൂർ ലഞ്ച് ടൈം ഉണ്ടെങ്കിൽ ആൾ 10-15 മിനിറ്റിനുള്ളിൽ പരിപാടി അവസാനിപ്പിക്കും. ഇന്നാണെങ്കിൽ 10 മിനിറ്റ് പോലുമില്ല. ഇത്ര ധൃതിയിൽ എന്തിനായി ഓടുന്നത്? ഗ്യാസ് പ്രോബ്ലം ഒന്നുമില്ലല്ലോ. ആയുഷ് ആണെങ്കിൽ എവിടെയും പോകുന്നുമില്ല. ഊണ് കഴിഞ്ഞ് പണി വരുന്നത് നോക്കിയിരുന്നെങ്കിലും എന്നെ മുൻപരിചയമുള്ള ഭാവം പോലും അവനില്ല. ഏട്ടനോടും വളരെ ഫോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത് കണ്ടത്. ഇടയ്ക്ക് നോക്കുമ്പോൾ മരിയ കട്ട ഫോൺ വിളിയിലാണ്. കല്യാണം പ്രമാണിച്ചുള്ള 3ാമത്തെ ലീവ് കഴിഞ്ഞ് ഇന്നും വന്നതേയുള്ളൂ. എന്തോ എനിക്കുള്ള കുറുകൊന്ത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. ഈ പ്യാരിയെ ഞാനിന്ന് ഡി എൻ്റെ ഭാവം കണ്ട് പേടിച്ചിട്ടാണ് എന്തോ. അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു. എന്താ നിവി, കെട്ടിയനോട് കുറുകാനാണെങ്കിൽ നിനക്കങ്ങ് പായാൽ തന്നെ നിന്നാൽ പോരായിരുന്നു. നിവി, അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ജോലി ചെയ്താലേ സർട്ടിഫിക്കറ്റ് കിട്ടും. അല്ലാതെ ഡ്യൂട്ടി ടൈമിൽ ഫോൺ ചെയ്തുകൊണ്ടിരുന്നാൽ ഉണ്ടല്ലോ. ഞാൻ അതേ ഭാഗത്തിൽ തിരിഞ്ഞു നടന്നു. സത്യത്തിൽ അവളോട് ദേഷ്യമില്ല. രാവിലെ മുതൽ എൻ്റെ ഉള്ളിൽ പുകയുന്ന അഗ്നിപർവ്വതത്തിൻ്റെ ലാവയാണ് ഈ ഒഴുകിയത്. പാവം പേടിച്ചെന്ന് തോന്നുന്നു. വേഗം ജോലി ചെയ്യുന്നത് കണ്ടു. അന്ന് വൈകിട്ട് വരെ ആയുഷിൽ നിന്നും ശല്യമൊന്നും ഉണ്ടായില്ല. വീട്ടിലെത്തി വേഗം ജോലികളെല്ലാം തീർത്തു ഞങ്ങൾ കിടന്നു. കേട്ടാ, നമ്മളെ രണ്ടാളെയും മുൻപരിചയം പോലും കാണിക്കുന്നില്ല. അവൻ്റെ ഉദ്ദേശം എന്താകും? എന്തായാലും നല്ലതിനല്ല നിവി, വേഗം അവിടെ നിന്ന് മാറുന്നതാണ് നല്ലത്. ഒരുപാട് നല്ല ഓഫറുകൾ വന്നിട്ടും കമ്പനിയിൽ നിന്ന് പോകാതെ സാലറി ഹൈക്ക് പോലും ഇല്ലാത്ത ജോലി ചെയ്യുന്ന ആണ് ഏട്ടൻ. അങ്ങനെയാണെങ്കിൽ അന്ന് സിത്താര ഗ്രൂപ്പിൽ നിന്ന് വന്ന ഓഫർ സ്വീകരിച്ചൂടെ? ഇപ്പോൾ ഉള്ളതിലും ഡബിൾ സാലറി അല്ല അവരുടെ ഓഫർ. അത് ശരിയാണ്, പക്ഷേ നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് പറ്റില്ല നിവി. നമുക്ക് MDയോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ? ഏട്ടൻ പറഞ്ഞു. അതെങ്ങനെയാ ഏട്ടാ? സ്വന്തം അനന്തവിനേക്കാൾ വലുതാണ് അവർക്ക് ഏട്ടൻ. എൻ്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഏട്ടൻ സിത്താരയിലെ ഓഫർ സ്വീകരിക്കണം. അതാകുമ്പോൾ എനിക്ക് അവൻ്റെ എന്തെങ്കിലും പ്രവൃത്തി കാരണം ജോബ് റിസൈൻ ചെയ്താലും ഏട്ടന് നല്ല സാലറി ഉണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. അതല്ലാതെ നമ്മൾ രണ്ടാളും അവിടെ കണ്ടിന്യൂ ചെയ്താൽ അവൻ നമ്മളെ ഒരുമിച്ച് പിരിവിൽ ഇറക്കാനുള്ള പരിപാടി നോക്കും ആയിരിക്കും നല്ലത്. എന്നാലും നിവി, നീ ഒറ്റയ്ക്ക് അവൻ്റെ അണ്ടറിൽ. അതിനിപ്പോൾ എന്താ, എന്നെ നോക്കാൻ എനിക്കറിയാം, ഞാൻ ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ചു. അതെ, അതാണല്ലോ ഇപ്പോൾ ഈ കണ്ട പ്രശ്നം മുഴുവൻ വരുത്തി വെച്ചത്. അന്ന് നീ അവനിട്ട് പണിതാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഏട്ടൻ്റെ ദേഷ്യത്തിലുള്ള പറച്ചിൽ കേട്ട് എനിക്ക് ദേഷ്യം വന്നു. പിന്നെ ഞാനെന്ത് വേണം? എൻ്റെ അനിയത്തിയെ അവൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കണമായിരുന്നു. അതോ പോലീസിൽ പരാതി കൊടുത്ത് എൻ്റെ അനിയത്തിയെ എല്ലാവരും കൂടി അപമാനിക്കുന്നത് കാണാമായിരുന്നു ഏട്ടന്? നിവൾ നിൻ്റെ മാത്രമല്ല എൻ്റെ കൂടെ അനിയത്തിയാണ്. അവൾക്ക് നന്ദൻ എനിക്കും തോന്നും. പക്ഷേ അതിനുള്ള സൊല്യൂഷൻ അതല്ലായിരുന്നു. എടുത്തു ചാടി ഓരോന്ന് ചെയ്യാതെ എന്താ വേണ്ടതെന്ന് ആലോചിച്ചു തീരുമാനിക്കണമായിരുന്നു. ആ പറഞ്ഞത് സത്യമായതുകൊണ്ട് ഞാൻ പിന്നൊന്നും മിണ്ടാൻ നിന്നില്ല. ഏട്ടൻ അടുത്ത ദിവസം തന്നെ സിത്താരയിൽ വിളിച്ച് ജോയിൻ കൺഫേം ചെയ്തു.